ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്കണോമിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ളത് കോസ്റ്റ് അഥവാ ചിലവുകൾ എന്ന ഭാഗമാണ്. മൈക്രോ എക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ പാഠമായ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന പാഠത്തിൽ പ്രൊഡക്ഷൻ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ചിലവുകൾ അഥവാ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം ചിലവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉൽപ്പാദകൻ എപ്പോഴും ശ്രമിക്കുന്നത് തൻ്റെ ലാഭം പരമാവധിയാക്കാനാണ്. അതുകൊണ്ട് ചിലവുകൾ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന വരുമാനം, റവന്യൂ വർദ്ധിപ്പിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ അയാൾക്ക് അയാളുടെ ലാഭം പരമാവധിയാക്കാം. നമുക്കിവിടെ ചെലവുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കോസ്റ്റ്സ് ആർ ദി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി പ്രൊഡ്യൂസർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ്സ് ആർ ദി costs for factories of production, that is wages, rent, interest and profit, electricity charges, cost of raw materials, cost of transportation, expenses for training employees, etc. പ്രൊഡക്ഷൻ, കോസ്റ്റ് ഇവയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ടൈം ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാം മനസ്സിലാക്കി കഴിഞ്ഞു ഷോർട്ട് റൺ എന്താണ്, അതുപോലെ എന്താണ് ലോങ് റൺ. ഇവിടെ നമുക്ക് ആദ്യമായി ഷോർട്ട് റൺ കോസ്റ്റുകളെ കുറിച്ച് പഠിക്കാം. വി സോ ദാറ്റ് ഇൻ ഷോർട്ട് റൺ സം ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റന്റ് വൈൽ അതേഴ്സ് ആർ വേരിയബിൾ. സോ ഇൻ ദി ഷോർട്ട് റൺ കോസ്റ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് TFC. The total cost incurred by the producer for the purchase of fixed inputs is called total fixed cost. നാം നേരത്തെ മനസ്സിലാക്കിയ പോലെ ഒരു ഷോർട്ട് റണ്ണിൽ ഫിക്സ്ഡ് ഇൻപുട്സ് വാങ്ങുന്നതിന് പ്രൊഡ്യൂസർ ചെലവാക്കുന്ന പണത്തെയാണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും അതിന് ഉദാഹരണങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫാക്ടറി ബിൽഡിംഗ്, മെഷീനറി, ഇതൊക്കെ ഫിക്സ്ഡ് സ്ഥിരം ചെലവുകളാണ്. ഉൽപ്പാദനം നടന്നാലും ഇല്ലെങ്കിലും ഒരു ഫാക്ടറി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ ചെലവുകൾ അവിടെ ഉണ്ടായിരിക്കും. ഇതാണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അഥവാ TFC എന്ന് പറയുന്നത്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് TVC. The total cost incurred by the producer on variable inputs is called total variable cost. വേരിയബിൾ ഇൻപുട്സ് വാങ്ങുന്നതിന് ഉൽപ്പാദകൻ ചിലവഴിക്കുന്ന പണത്തെയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ ഇൻപുട്സ് എന്തൊക്കെയായിരുന്നു? തൊഴിലാളികളുടെ എണ്ണം, അസംസ്കൃത വസ്തുക്കൾ, കറണ്ട് ചാർജ്, ഇതെല്ലാം വേരിയബിളാണ്. അഥവാ ഉൽപ്പാദനം കൂടുന്നതിനനുസരിച്ച് ഇവയുടെ അളവും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഇവയ്ക്കുള്ള ചെലവും വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്ന ചെലവുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഉൽപ്പാദനം 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. എന്നാൽ ഉൽപ്പാദനം 0 ആണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും 0 ആവുന്നില്ല. കാരണം ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കും. ടോട്ടൽ കോസ്റ്റ് TC. ടോട്ടൽ കോസ്റ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ആൾ കോസ്റ്റ്സ് ഇൻകേർഡ് ബൈ ദി പ്രൊഡ്യൂസർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഉൽപ്പാദകന് ഹ്രസ്വകാലത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന മൊത്തം ചെലവിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും
കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ടി സി ഈസ് ഈക്വൽ ടു ടി എഫ് സി പ്ലസ് ടി വി സി. ഈ ചിലവുകൾ കാണിക്കുന്ന ഒരു ഷെഡ്യൂൾ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ അളവ്, അതുപോലെ അടുത്ത കോളത്തിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, പിന്നെ ടോട്ടൽ കോസ്റ്റ്. ഇവിടെ നോക്കൂ, ഉൽപ്പന്നം 0 മുതൽ 13 യൂണിറ്റ് വരെ ഈ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ടി എഫ് സി കോളം ശ്രദ്ധിക്കൂ. ഉൽപ്പന്നം 0 ആകുമ്പോഴും 1 ആകുമ്പോഴും 2, 3 കഴിഞ്ഞ് 13 വരെ ടി എഫ് സി എപ്പോഴും 20 തന്നെയാണ്. കാരണം ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും മാറുന്നില്ല. ഫാക്ടറി ബിൽഡിങ്ങിന് വേണ്ടിയും മെഷീനറിക്ക് വേണ്ടിയും ചിലവഴിച്ച ആ ചിലവ് എപ്പോഴും സ്ഥിരമാണ്. ഉൽപ്പാദനം ഇല്ലെങ്കിലും ഉൽപ്പാദനം വർദ്ധിച്ചാലും കുറഞ്ഞാലുമൊക്കെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സ്ഥിരമാണ്. അതിനെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ കോളം നോക്കൂ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇറ്റ് വാരീസ് അക്കോർഡിംഗ് ടു ദി പ്രൊഡക്ഷൻ. ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ വേരിയബിൾ കോസ്റ്റ് വർദ്ധിക്കുന്നു. ഉൽപ്പാദനം 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആകുന്നു. നാലാമത്തെ കോളം ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടി എഫ് സി പ്ലസ് ടി വി സി. ഇവിടെ ഉൽപ്പന്നം 0 ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 20. ഇവിടെ നോക്കൂ, ടോട്ടൽ കോസ്റ്റ് ഒരിക്കലും 0 ആവുന്നില്ല. കാരണം ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 20 ആയിരിക്കുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എപ്പോഴും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഉൽപ്പാദനം 0 ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 20 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്. പിന്നീട് ഉൽപ്പന്നം 1 ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് 20 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 30. ഉൽപ്പാദനം 2 ആകുമ്പോൾ 20 പ്ലസ് 19 ഈസ് ഈക്വൽ ടു 39. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് വർദ്ധിച്ചു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെയും ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും ടോട്ടലാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നാം ഷോർട്ട് റൺ കോസ്റ്റിൽ 3 തരം ചെലവുകളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. ഇനി ആവറേജ് കോസ്റ്റുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഈ 3 കോസ്റ്റുകളുടെയും ആവറേജ് പറയുമ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ആവറേജ് ആണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്. അതുപോലെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ ആവറേജ് ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അതുപോലെ ടോട്ടൽ കോസ്റ്റിൻ്റെ ആവറേജ് ആണ് ആവറേജ് കോസ്റ്റ്, അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്നും പറയാം. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി ചെലവുകൾ അല്ലെങ്കിൽ ശരാശരിയെ നാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടലിനെ അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ശരാശരി ലഭിക്കുന്നത്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് മാർക്ക് ലഭിക്കാൻ നാം എന്താണ് ചെയ്യുന്നത്? ആ കുട്ടികളുടെ എല്ലാവരുടെയും മാർക്കിനെ മൊത്തം കൂട്ടി അതിനെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. അതുപോലെ ഇവിടെ ആവറേജ് കോസ്റ്റ് ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? അത് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യം ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, AFC. Average fixed cost is the fixed cost per unit of output, or AFC is calculated by dividing the TFC by the number of units of output.
അതായത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനെ ഉൽപ്പന്നത്തിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്. നേരത്തെ നാം കണ്ട ഉദാഹരണത്തിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി അടുത്തതായി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ദി വേരിയബിൾ കോസ്റ്റ് per unit of output, or AVC is calculated by dividing the TVC by the number of units of output. AVC is equal to TVC by Q. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഉൽപ്പന്നത്തിൻ്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായി ആവറേജ് കോസ്റ്റ് അഥവാ അതിനെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അഥവാ SAC എന്നും പറയാറുണ്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ദി ഷോർട്ട് റൺ ഈസ് കാൾഡ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അഥവാ ആവറേജ് കോസ്റ്റ്. ഇഫ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് വി ഗെറ്റ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. SAC is equal to TC by Q. ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റിനെ ഉൽപ്പന്നത്തിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു കോസ്റ്റ് കൺസെപ്റ്റാണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ എന്ന കൺസെപ്റ്റ് നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. മാർജിനൽ പ്രോഡക്റ്റ് എന്ന ഒരു കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ നടത്തി കഴിഞ്ഞതാണ്. മാർജിനൽ എന്ന് പറയുന്നത് ടോട്ടലിൽ അധികമായി വരുന്നത് എന്നാണ് അർത്ഥം. ഇവിടെ ടോട്ടൽ കോസ്റ്റിൽ ഓരോ യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുമ്പോഴും അധികമായി വരുന്ന ചെലവിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് SMC is defined as the change in total cost per unit of change in output. So SMC is equal to change in total cost by change in output. It is delta TC by delta Q. Delta means change. Delta TC means change in total cost by delta Q, that is change in quantity of output. മാർജിനൽ കോസ്റ്റ് കാണാനുള്ള മറ്റൊരു ഫോർമുലയാണ് SMCN ഈസ് ഈക്വൽ ടു TCN മൈനസ് TCN മൈനസ് 1. ഓക്കെ, അപ്പോൾ നാം ഇന്ന് ചർച്ച ചെയ്തത് കോസ്റ്റ്സ് എന്ന ഭാഗമാണ്. അതിൽ ഷോർട്ട് റണ്ണിനുള്ള വിവിധ കോസ്റ്റ് കൺസെപ്റ്റുകളെ കുറിച്ചാണ് നാം പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. 3 എണ്ണമായി. ഇനി ആ ഓരോ 3 എണ്ണത്തിൻ്റെയും ആവറേജ് കൺസെപ്റ്റുകൾ ഏതൊക്കെയായിരുന്നു? ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ് or short run average cost, and last one is marginal cost or short run marginal cost SMC. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 7 കോസ്റ്റ് കൺസെപ്റ്റുകളും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ചെയ്ത് കാണിച്ച ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുത്തത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ഒരു അസൈൻമെൻറ്റ് ഞാൻ തരുന്നുണ്ട്, അത് ഒന്ന് ചെയ്തു നോക്കുക. ചെയ്ത് കഴിഞ്ഞവർ എനിക്ക് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു ആൾ.